ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ചുകൂടെ കേട്ടു നോക്കാം. മദ്രസയിൽ പഠിപ്പിക്കുന്ന ആ മഹത്തായ 15 മിനിറ്റിൽ പഠിപ്പിക്കാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ. ഇനി അടുത്തത് ഔറത്ത് മറക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗം. ഔറത്ത് എന്ന് പറഞ്ഞാൽ നഗ്നത എന്ന് പറയാം, അല്ലെങ്കിൽ മറക്കപ്പെടേണ്ട സ്ഥലങ്ങൾ. സത്തുറുൽ ഔറ, ഔറത്തിനെ മറക്കൽ. വ ഔറത്തു ദക്കരി ഫി സ്വലാത്തി വ ഖാരിജിഹ മാ ബൈന സൂറത്തി വ റക്ബ. പുരുഷന്റെ ഔറത്ത് നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും 2 കാൽമുട്ടിനും പൊക്കിളിനും ഇടയിലുള്ള സ്ഥലങ്ങളാണ്. ഇതാണ് പുരുഷന്റെ നഗ്നത എന്ന് പറയുന്നത്. ബാക്കിയൊന്നും നിസ്കാരത്തിലായാലും അല്ലാത്തപ്പോഴൊന്നും ഇതിനകത്ത് യാതൊരു വ്യത്യാസം വരുന്നില്ല. വ ഔറത്തുൽ അമതി ഫിഹ മാ ബൈന സുറത്തി വ റക്ബത്തി. അടിമ സ്ത്രീയുടെ ഔറത്ത് ശ്രദ്ധിക്കുക. അമത്ത് അടിമ സ്ത്രീയുടെ ഔറത്ത് മുട്ടുപൊക്കളിനിടയിലുള്ള സ്ഥലമാകുന്നു. വൽ ഹുറത്തി മാ അദൽ വജിഹി വൽ കഫൈൻ. സ്വതന്ത്ര സ്ത്രീകളുടെ ഔറത്ത് മുഖവും 2 മുൻകൈകളും ഒഴിച്ചുള്ള സ്ഥലങ്ങളാകുന്നു. അടിമ സ്ത്രീകൾക്ക് മറക്കേണ്ട സ്ഥലത്തിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നോട്ട് ദ പോയിന്റ്. അടിമ സ്ത്രീകൾക്ക് വേണമെങ്കിൽ കുറച്ച് മാറിടൊക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടൊക്കെ നിസ്കരിക്കുക, കാരണം ഉടമക്ക് കണ്ടിക്കണമല്ലോ. അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല. അടിമ സ്ത്രീ നിസ്കരിക്കുമ്പോൾ പോലും ഉടമ റെസ്റ്റ് കൊടുക്കൂല നോക്കിയിട്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടാക്കിയത്. ഉണ്ടല്ലേ? ഔറത്തിന് നമ്മൾ പറയുമ്പോൾ ലോകാവസാനം വരെയുള്ള മതമാണല്ലോ. അപ്പം അടിമ സ്ത്രീകൾക്ക് ഔറത്ത് എന്ന് പറഞ്ഞാൽ മേൽവസ്ത്രം ഇല്ല എന്ന് ഉള്ളൊരവസ്ഥയാണ്. പണ്ട് ചില ആളുകളൊക്കെ പറയാറുണ്ട്, കേരളത്തിൽ മുലമറയ്ക്കാൻ അവകാശം കൊടുത്തത് ഇസ്ലാമാണ് എന്ന് വരെ തള്ളി മറിക്കാറുണ്ട്. മുലക്കരം കൊടുത്തോണ്ടിരുന്ന സ്ഥലമായിരുന്നു ഇതെന്നാണ്. പക്ഷെ ഇസ്ലാമിലെ അടിമയ്ക്കും അത് മറക്കേണ്ടതില്ല. എന്റെ പൊന്നു മക്കളെ, ഇതിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും വായിക്കാതെ നിങ്ങൾക്ക് യുക്തിവാദികളെ പറ്റിക്കാം, ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് പറ്റിക്കാൻ കഴിയില്ല. നിങ്ങൾ അതിന്റെ തൊട്ടു മുകളിലും തൊട്ട് താഴെയും പറയുന്ന വരികൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. മറ്റൊരാളുടെ നഗ്നതയിലേക്ക് നോക്കൽ ഹറാമാണ്, നിഷിദ്ധമാണ് എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവർ ഈ വായിക്കുന്ന ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പാരഗ്രാഫിന്റെ തൊട്ടു മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ആ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിന്റെ തൊട്ട് താഴെ എന്താണുള്ളതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അമ്മ ഔറത്തുൽ ഹുറത്തി വൽ അമതി ഇന്ദൽ അജാനിബി ഫജമീഉൽ ബദനി. ഇതര പുരുഷന്മാരുടെ മുന്നിൽ സ്വതന്ത്ര സ്ത്രീയുടെയും അടിമ സ്ത്രീയുടെയും ഔറത്ത് ശരീരം മുഴുവനുമാകുന്നു. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടിമ സ്ത്രീകൾ ശരീരം തുറന്നിട്ട് നടക്കണമെന്നാണോ തൊട്ട് താഴെ പറയുന്നത്? ഇതരരുടെ മുന്നിൽ ശരീരം മുഴുവനും മറച്ച് നടക്കണമെന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന ഈ വരി മറച്ചു വെച്ചിട്ടാണ് തൊട്ടു മുകളിൽ വായിച്ച് ബാക്കിയുള്ളവർ പറ്റിക്കുന്നത്. ഇത് കാണുന്ന യുക്തിവാദികൾക്ക് അറബി വായിക്കാനും അർത്ഥം അറിയാത്തത് കൊണ്ടും ആ പാവങ്ങൾ ഇത് വിശ്വസിക്കും. ഇങ്ങനെയാണ് യുക്തിവാദികൾ മറ്റുള്ളവരെ പറ്റിക്കുന്നതിന്റെ കോലം. ഇനി നിങ്ങൾ ഇവര് വായിച്ച വരി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. വഔറത്തുൽ അമതി ഫീഹ മാ ബൈന സുറത്തി വറുക്ബത്തി. അടിമ സ്ത്രീയുടെ നിസ്കാരത്തിലുള്ള ഔറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയിലാകുന്നു എന്ന് പറഞ്ഞ ബാക്കി ഭാഗം നിസ്കരിക്കുമ്പോൾ തുറന്ന് ഡിസ്പ്ലേ ചെയ്ത് യജമാനൻ കാണാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്യണം എന്നല്ല മോനെ അതിന്റെ അർത്ഥം. പിന്നെങ്ങനെയാണ്? നിസ്കരിക്കുമ്പോൾ അത്രയും ഭാഗം ശ്രദ്ധിച്ച് മറച്ചില്ല എങ്കിൽ നിസ്കാരം ശരിയാവില്ല എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ബാക്കി ഭാഗം തുറന്ന് ഡിസ്പ്ലേ ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷന്റെയും നിങ്ങളുടെ സെക്ഷൽ ഫെറ്റിഷിസവുമാണ് നിങ്ങൾ ഈ വരി വായിച്ചിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിന് പാവം ഞങ്ങൾ എന്ത് വിളിച്ചു? ഇവര് ആദ്യം വായിച്ച വരിയിൽ എന്താണുള്ളത്? നിസ്കാര സമയത്തും അല്ലാത്തപ്പോഴും പുരുഷന്റെ ഔറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടയിലാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ബാക്കി സദാസമയവും ബാക്കി ഭാഗം മുഴുവനും തുറന്ന് ഡിസ്പ്ലേ ചെയ്ത് നടക്കണമെന്നാണോ? നിസ്കരിക്കുമ്പോൾ ഇത്രയും ഭാഗം സൂക്ഷിച്ച് മറച്ചില്ല എങ്കിൽ, ശ്രദ്ധിച്ച് മറച്ചില്ല എങ്കിൽ, കൃത്യമായിട്ട് മറച്ചില്ല എങ്കിൽ പുരുഷന്റെ നിസ്കാരം ശരിയാവില്ല. അല്ലാത്ത സമയത്ത് പുരുഷൻ ഇത്രയും ഭാഗം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മറച്ചില്ല എങ്കിൽ മതപരമായിട്ട് അവൻ കുറ്റക്കാരനാണ്. ഇതാണ് ഞങ്ങൾക്ക് ഈ വരി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. തൊട്ട് താഴെയുള്ള വരിയിലും അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് വേറെ എന്തൊക്കെ മനസ്സിലാകുന്നതിന് ഞങ്ങൾ എന്ത് വിളിച്ചു? ഇനിയിപ്പോ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ആണെങ്കിൽ എന്താ പ്രശ്നം? നിങ്ങളുടെ യുക്തിവാദ, ലിബറൽ, നാസ്തിക, പുരോഗമന, സ്ത്രീ പുരുഷ സമത്വ സിദ്ധാന്ത പ്രകാരം ഇതെങ്ങനെ തെറ്റാവും? നിങ്ങളൊന്ന് പറയുക. നിങ്ങളുടെ സിദ്ധാന്ത പ്രകാരം ഇത് തെറ്റാണോ? പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിനെ വിമർശിക്കാൻ പറ്റുന്നത്? ഇവിടെയുള്ള നാസ്തിക, ലിബറൽ, സ്ത്രീ പുരുഷ സമത്വ പുരോഗമന സിംഗങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? വൈകുന്നേരങ്ങളിൽ ചില വീടുകളിൽ പുരുഷന്മാർ കയ്യിൽ മാത്രം എടുത്ത് ഇങ്ങനെ വരാന്തയിൽ ഇരുന്ന് പത്രം വായിക്കാറുണ്ട്. ചില പുരുഷന്മാർ കയ്യിൽ മാത്രം എടുത്ത് ഇങ്ങനെ സിറ്റ് ഔട്ടിലൂടെ ഉലാത്താറുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല.
അവർ യഥാർത്ഥത്തിൽ പുരോഗമിച്ച് സ്വതന്ത്രരാകണമെങ്കിൽ ഈ ഒരു കാര്യം കൂടി അവർ അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞ് ക്ലാസ് എടുക്കുന്നവരാണ് ഇതിനെ വിമർശിക്കുന്നത്. അതാണ് അവിടുത്തെ രസം. സത്യത്തിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ പ്രശ്നം എന്താണ്? സത്യത്തിൽ മറയ്ക്കുന്നതാണോ തുറന്നിടുന്നതാണോ നിങ്ങളുടെ പ്രശ്നം? മറയ്ക്കാൻ പറഞ്ഞാൽ പറയും അയ്യോ അത് ചാക്കി കെട്ടി മൂടി വെക്കാൻ പറഞ്ഞതും, തുറന്നിടാൻ പറഞ്ഞാൽ പറയും അയ്യോ തുറന്നിടാൻ പറഞ്ഞത്. ഇനിയിപ്പോ എന്തോ പറയേണ്ടത്? നിങ്ങളെ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരിക. സത്യത്തിൽ ഇവരുടെ പ്രശ്നം ഇസ്ലാമാണ്. ഇസ്ലാമിൽ എന്ത് പറഞ്ഞാലും അവർ അതിന്റെ എതിർചേരിയിലായിരിക്കും. അതിനെ ഇങ്ങനെ വളച്ചൊടിച്ച് വിമർശിച്ച് ചുമ്മാ കുറെ കളവുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കലാണ് ഇവരുടെ ഹോബി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയുടെ ലിങ്ക് ഓപ്പൺ ആക്കി നോക്കിയാൽ ഒരുപാട് പേര് കമന്റ് ഇട്ടിരിക്കുന്നത് കാണാം. ഈ വീഡിയോയ്ക്ക് നല്ല വ്യൂസും ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത്തരത്തിൽ മുസ്ലിങ്ങളെ പ്രവോക്ക് ചെയ്യുന്ന കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ പല മുസ്ലിങ്ങളും പോയി ഇവരെ തെറി വിളിക്കും കമന്റ് ബോക്സിൽ. പലരും പോയി അതിനുള്ള മറുപടി എഴുതിയിടും. അതിലൂടെ ഇവരുടെ വീഡിയോസിന് നല്ല റീച്ച് കിട്ടുകയും അതിലൂടെ അവർക്ക് പൈസ കിട്ടുകയും ചെയ്യും. ആ പൈസ ഉദ്ദേശിച്ചിട്ടാണ് പാവങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് വല്ല മറുപടിയും പറയാനുണ്ടെങ്കിൽ ഒന്നുകിൽ നമുക്ക് സ്വന്തമായ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ ഉണ്ടെങ്കിൽ ആ പ്രൊഫൈലിൽ വീഡിയോ രൂപത്തിലോ ടെക്സ്റ്റ് മെസ്സേജിന്റെ രൂപത്തിലോ പോസ്റ്റർ രൂപത്തിലോ ഒക്കെ നമ്മൾ മറുപടി പറയുക. അവരുടെ കമന്റ് ബോക്സിലും ചാനലുകളിലും പോയി നാം കമന്റ് ഇട്ട് മറുപടി പറഞ്ഞാൽ ആ കമന്റുകളൊക്കെ അവർക്കുള്ള വരുമാനമായിട്ടാണ് മാറുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുമ്പോൾ അവരുടെ കമന്റ് ബോക്സിൽ പോയി മറുപടി പറയാതെ നാം അവഗണിച്ച് വിട്ടുകഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ മീഡിയ ഇൻകം ഒക്കെ നിലയ്ക്കും. അവർ ഈ പണി അവസാനിപ്പിച്ചു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോസുകളിൽ പോയി കമന്റ് ഇടുന്ന വിഷയത്തിൽ നാം ഓരോരുത്തരും നല്ല ശ്രദ്ധ പുലർത്തണം.